نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഖർ ലൗ കുൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവധി വന്നെത്തിയാൽ അത് നീട്ടപ്പെടുകയില്ല, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനും ഭൂമിക്കും ആകാശത്തിനുമെല്ലാം ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് വൈകിക്കുക എന്നതുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള യാത്രയിൽ ഓരോ മുഅ്മിനും സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് തസ്വീഫ്. തസ്വീഫ് എന്ന് പറഞ്ഞാൽ വൈകിക്കൽ. ഒരു കാര്യം പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന നിലയ്ക്ക് വൈകിക്കുക എന്നുള്ളത്. ഭൗതികമായ കാര്യങ്ങളും ചില ആളുകൾക്ക് സ്വഭാവം ഉണ്ടാകും, എന്നാൽ ദീനിന്റെ വിഷയത്തിൽ അത് വളരെ വലിയ അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറൂ ബിൽ അഅമാലി സബ്അൻ, 7 കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടുക. ഹൽ തൻദുറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, നിങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത്? മറപ്പിക്കപ്പെടുന്ന ദാരിദ്ര്യത്തെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിനെയും അല്ലാഹുവിനുള്ള ഇബാദത്തിനെയും മറപ്പിക്കുന്ന ബാക്കിയുള്ള ചിന്തകളിൽ മുഴുകുന്ന ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ ഗിനം മുത്ഗിയ, അല്ലെങ്കിൽ നിങ്ങളെ അതിരുകവിയിക്കുന്ന സമ്പന്നത, നിങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ടായി അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അതിരുകവിയുന്ന അവസ്ഥയിൽ, ആവശ്യമില്ലാത്ത അവസ്ഥയിൽ ഐശ്വര്യം വരുന്നതാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ മറളം മുഫ്സിദ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ ദുർബലമാക്കി കളയുന്ന രോഗം ബാധിക്കുന്നതാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ ഹറമൻ മുഫന്നിദ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ക്ഷയിച്ചു പോകുന്ന വാർദ്ധക്യമാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ മൗതൻ മുജ്ഹിസ, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന മരണത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ ദജ്ജാല ഫശർറുൻ ഗായിബുൻ യുൻതദർ, അല്ലെങ്കിൽ ദജ്ജാലിനെയാണോ കാത്തിരിക്കപ്പെടുന്നതിൽ ഏറ്റവും ഷർറായിട്ടുള്ള ദജ്ജാൽ? ഔ ഇസ്സാഅ, അതല്ലെങ്കിൽ അന്ത്യനാളാണോ? ഫസ്സാഅതു അദ്ഹാ വ അമർ, അന്ത്യനാൾ എന്നത് ഏറ്റവും ആപത്കരവും ഏറ്റവും കയ്പ് നിറഞ്ഞതുമാണ്. 7 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനു മുമ്പായി നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് ധൃതി കാണിക്കുക. സഹോദരങ്ങളെ, പിന്നെ ചെയ്യാം, പിന്നീടാകാം. പാപം ഒഴിവാക്കുന്നത് പിന്നെയാകാം, തൗബ ചെയ്യൽ പിന്നെയാകാം, രാത്രി നമസ്കാരം തുടങ്ങുന്നത് പിന്നെയാവാം, സുന്നത്ത് നോമ്പ് തുടങ്ങുന്നത് പിന്നെയാകാം, സുന്നത്തായ കർമ്മങ്ങൾ പിന്നെയാവാം, ഖുർആൻ പഠനം പിന്നെയാവാം, ദുആവും അദ്കാറുകളും പിന്നെയാവാം. ഇന്ന് വേണ്ട, നാളെ 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 എന്ന് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തസ്വീഫ് നാം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കാണാം, ഇയ്യാകും വതസ്വീഫ്, നിങ്ങൾ തസ്വീഫിനെ സൂക്ഷിക്കുക, തസ്വീഫിനെ, ഇങ്ങനെ വൈകിക്കുന്നതിനെ സൂക്ഷിക്കുക. എന്നിട്ട് പറഞ്ഞു, ഫഇന്നക ബിയൗമിക് വലസ്ത ബിഗദിക്, നിനക്ക് ഇന്നാണുള്ളത്, നാളെയല്ല. ഇന്നാണ് എന്റെ കയ്യിലുള്ളത്, നാളെയല്ല. ഫഇൻ യകുൻ ലക ഗദൻ, ഇനി നാളെ നിനക്കുണ്ടാവുകയാണെങ്കിൽ ഫകുൻ ഫീ ഗദിൻ കമാ കുൻത ഫിൽ യൗം, നീ ഇന്ന് സൽക്കർമ്മം ചെയ്തതുപോലെ നാളെയും അത് ചെയ്യുക. വഇൻ ലം യകുൻ ലക ഗദൻ, ഇനി നാളെ നിനക്കില്ല എങ്കിൽ ലം തൻദം അലാ ഫറത ഫിൽ യൗം, ഇന്ന് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് നാളെ നീ ദുഃഖിക്കേണ്ടി വരില്ല. സഹോദരങ്ങളെ, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാം ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് നോമ്പെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യണം, നാളെ പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്ന് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ
ഇന്ന് ചെയ്യണം. നാളെ നമുക്ക് എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ വൈകിക്കുക അത്തസ്വീഫ് എന്നുള്ളത് നാം സൂക്ഷിക്കണം. എത്ര കാലം നാളെ 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 എന്ന് പറഞ്ഞിട്ട് എത്ര കാലം നമുക്ക് ഉറപ്പുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അവരിൽ ഒരാളിലേക്ക് മരണം വന്നെത്തിയാൽ അവർ പറയുന്ന വാക്ക് ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കണമേ. അതല്ലെങ്കിൽ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ചു നേരം കൂടി എനിക്ക് വൈകിപ്പിച്ചു തരണേ, ഞാൻ ചെയ്തോളാം സൽക്കർമ്മങ്ങൾ. നാളേക്ക് വെച്ച സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സമയം അവസാനിക്കുന്ന അള്ളാഹുവിന്റെ അവധി എത്തുന്ന സമയമാണത്. അള്ളാഹു തആല പറഞ്ഞു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ, ഏതൊരാളുടെയും സമയം വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചെയ്യാമെന്നുള്ള നിലക്ക് ഒരു നിമിഷം പോലും അള്ളാഹു തആല നീട്ടിത്തരില്ല. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണസമയത്ത് കഠിനമായി പരിശ്രമിക്കുകയാണ്, ഇബാദത്ത് ചെയ്യുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ലൗ അംസക്ത വറഫഖ്ത ബിനഫ്സിക്, നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടെ, നിങ്ങളുടെ നഫ്സിനോട് കുറച്ച് റിഫ്ഖ് കാണിച്ചൂടെ? അപ്പൊ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖൈല ഇദാ ഉർസിലത് ഫഖാറബത് റഅസ മജ്റാഹ, ഒരു കുതിരയെ അയച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായി കഴിഞ്ഞാൽ അഖ്റജത് ജമീഅ മാ ഇൻദഹ, അതിന്റെ സകല ശക്തിയും എടുത്ത് അത് കുതിക്കും. എന്നിട്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ ബഖിയ മിൻ അജ്ലി അഖല്ലു മിൻ ദാലിക്, എന്റെ ആയുസ്സിൽ അതിനേക്കാൾ കുറവാണുള്ളത് എന്ന് പറഞ്ഞ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. സഹോദരങ്ങളെ, നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ എന്ന് ഉറപ്പില്ല. അടുത്ത ദിവസം നാം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ഇന്ന് നാം ഓർത്തുകൊണ്ട് നാളേക്ക് വെക്കാതെ സൽക്കർമ്മങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നതിന്റെ കഴിവിന്റെ പരമാവധിയിൽ നാം മുഴുകണം. തസ്വീഫ് എന്നുള്ളത് പല കാരണങ്ങളും ഉണ്ടാവാം. ചില ആളുകൾക്ക് മടി കാരണമുണ്ടാകാം, ചീത്ത കൂട്ടുകെട്ടുകൾ കാരണമുണ്ടാകാം, അതുപോലെ തന്നെ പാപങ്ങൾ കാരണമുണ്ടാകാം, നാളെ ദുനിയാവിലുള്ള പ്രതീക്ഷയിലുണ്ടാകാം. പല കാര്യങ്ങൾ കൊണ്ട് തസ്വീഫ് എന്നുള്ള കാര്യം ഉണ്ടാകും. എന്നാൽ സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യൻ ഓർക്കുന്ന ഒരു സമയമുണ്ട്. താൻ നഷ്ടപ്പെടുത്തിയ ഓരോ സമയത്തെയും, ഓരോ കർമ്മത്തെയും, ഓരോ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഓർക്കുന്ന ഒരു സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി പൊടിപൊടിയായി പൊടിയുന്ന ദിവസം, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നിന്റെ റബ്ബും അണിയണിയായി കൊണ്ട് മലക്കുകൾ വരുന്ന ആ സമയം, വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകത്തെ കൊണ്ടുവരും. 70,000 ചങ്ങലകൾ, അതിലോരോ ചങ്ങലയിലും 70,000 മലക്കുകൾ അവര് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ദിവസം, യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ, അന്ന് മനുഷ്യൻ ഓർക്കും. നഷ്ടപ്പെടുത്തിയ ഓരോ നിമിഷത്തെ കുറിച്ചും അന്ന് മനുഷ്യൻ ആലോചിക്കും. കൺമുന്നിൽ നരകത്തെ കാണുമ്പോൾ എവിടെ നിന്നാണ് അവൻ ഓർമ്മ വരുന്നത്? എന്ത് കാര്യമാണ് അതിലുള്ളത്? അതുകൊണ്ട് സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ഒരിക്കലും പിന്നീട് ചെയ്യാം, പിന്നെയാകാം, നാളെയാകാം എന്നുള്ള നിലക്ക് നാം മാറ്റിവെക്കരുത്. അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി മരണസമയത്ത് അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഔസിന, ഞങ്ങളെ ഉപദേശിക്കണം, ഞങ്ങൾക്കൊരു വസിയത്ത് നൽകണം. അദ്ദേഹം പറഞ്ഞു, അൻദർതുകും സൗഫ, പിന്നെ ചെയ്യാം എന്നുള്ളതിനെ ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യാം. സൗഫ അഅമൽ, സൗഫ അഖൂം, സൗഫ ഉസല്ലി, സൗഫ, ഞാൻ പിന്നെ പ്രവർത്തിക്കാം, പിന്നെ തൗബ ചെയ്യാം, പിന്നെ നിസ്കരിക്കാം, പിന്നെ നോമ്പെടുക്കാം, എല്ലാം പിന്നെ. അങ്ങനെ വെച്ചിട്ടുള്ള അവസ്ഥ വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നാം അകന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്കും അവനൊരുക്കിയിട്ടുള്ള പ്രതിഫലങ്ങളിലേക്കും ധൃതിപ്പെട്ട് മുന്നേറാനാണ് ഖുർആനിലൂടെ പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, നിങ്ങൾ ധൃതിപ്പെടുക, വേഗത്തിലാവുക അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക്. വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ മുന്നിടുക അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക്. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടിയെടുക്കും. അല്ലാഹുവിലേക്ക് നിങ്ങളുടെ എല്ലാ കഴിവും വെച്ച് ഓടിയെടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, തസ്വീഫിനെ നാം സൂക്ഷിക്കണം. നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്നുള്ള മാറ്റിവെക്കലിനെ നാം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ മുന്നിടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد عباد الله اتقوا الله. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതെ നിഷേധിച്ച് ജീവിച്ച ആളുകൾ അവർ പറയുന്ന 3 സങ്കടങ്ങളുണ്ട്. അവർക്ക് നഷ്ടം സംഭവിച്ചതിനെ സംബന്ധിച്ച് അവർ പറയുന്ന 3 കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ പറഞ്ഞു പോകും, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വ ഇൻ കുൻതു ലമിനസ് സാഖിരീൻ. എനിക്ക് നഷ്ടം പറ്റിയല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തില്ല, ഞാൻ കളിയാക്കുന്നവരുടെ കൂട്ടത്തിലായല്ലോ. അതല്ലെങ്കിൽ അവർ പറയും, ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ. അല്ലെങ്കിൽ അവർ പറയും, അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ മുത്തഖീങ്ങളിൽ പെടുമായിരുന്നു. അതല്ലെങ്കിൽ അവർ പറയും, ഔ തഖൂല ഹീന തറൽ അദാബ്, ശിക്ഷയെ കാണുന്ന സമയത്ത് അവർ പറയും, ലൗ അന്ന ലീ ഖറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. ഞങ്ങൾക്ക് ഒരു തവണ കൂടി ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ, ദുനിയാവിൽ ഒന്നുകൂടി മടക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ മുഹ്സിനീങ്ങളിൽ ഏറ്റവും നല്ല സൽപ്രവൃത്തി ചെയ്യുന്നവരിൽ ഉൾപ്പെടുമായിരുന്നു എന്ന് അവർ പറയും. സഹോദരങ്ങളെ, ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു ന്യായീകരണം പറയുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യവും പിന്നേക്ക് നീട്ടിവെക്കാതെ സൽക്കർമ്മങ്ങൾ നാം എത്രയും പെട്ടെന്ന് മുന്നേറിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ നാളെ നമുക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ നാളെ നമുക്ക് മരണമാണോ സംഭവിക്കുക എന്നറിയില്ല. ഒരിക്കൽ സലഫുകളിൽപ്പെട്ട 3 ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അമലിനെ പറ്റി സംസാരിക്കുകയാണ്. അമൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള പ്രതീക്ഷ, ആയുസ്സിലുള്ള പ്രതീക്ഷ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിൽ ഒന്നാമത്തെ ആൾ പറഞ്ഞു, ലം യഅതി അലയ്യ ശഹ്റുൻ ഇല്ലാ വനന്തു അന്നി അമൂതു ഫീഹ്. ഒരു മാസവും എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല, ആ മാസത്തിൽ ഞാൻ വിചാരിക്കും ഈ മാസം ഞാൻ മരണപ്പെടുമെന്ന്, അഥവാ ഇതിന്റെ അവസാനത്തെ മാസമായിരിക്കും, ഇനി ഒരു മാസം എനിക്ക് ഉണ്ടാവില്ല എന്ന്. അപ്പൊ അത് അയാളുടെ പ്രതീക്ഷയായിരുന്നു. മറ്റേ വ്യക്തി അദ്ദേഹം പറഞ്ഞു, യൗമുൻ, ഓരോ ദിവസവും ഞാൻ കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന ദിവസമായിരിക്കും എന്റെ അവസാനത്തേത് എന്ന്. 3-ാമത്തെ ആളോട് ചോദിച്ചപ്പോൾ 3-ാമത്തെ വ്യക്തി പറഞ്ഞു, യഅ്മലു മൻ അജലുഹു ബിയദി ഗൈരിഹി, യഅ്മലു മൻ അജലുഹു ബിയദി ഗൈരിഹി. മറ്റൊരാളുടെ കയ്യിൽ അവധിയുള്ള ഒരുത്തൻ എന്ത് പ്രതീക്ഷിക്കാനാണ്? മറ്റൊരാളുടെ കയ്യിൽ അവധി നിർണയിക്കപ്പെടുന്ന ഒരുത്തൻ എന്ത് പ്രതീക്ഷ വെക്കാനാണ് ദുനിയാവിൽ? സഹോദര, നമുക്കറിയില്ല നമുക്കുള്ള കഫൻ തുണി നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ എത്തിയിട്ടുണ്ടോ എന്ന്. ഇന്നലെ ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണ്. നാളെ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കർമ്മം നാളെ ചെയ്യാമെന്ന് മാറ്റിവെച്ചാൽ നാളെ നമുക്കുണ്ടോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തസ്വീഫ്, പിന്നെ ചെയ്യാം എന്നുള്ള നിലക്ക് നന്മകൾ വൈകിപ്പിക്കുന്നതും പിന്നെ ഒഴിവാക്കാം എന്നുള്ള നിലക്ക് പാവങ്ങൾ ചെയ്യുന്നതും തൗബ വൈകിപ്പിക്കുന്നതും നാം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന.